Picnic Fisherman. Chachapkot Picnic Fisherman. ദൈവത്തിൻ സ്നേഹത്തിനാഴമേ ആരാധന എൻ ദൈവത്തിനാരാധന ദൈവസ്നേഹത്തിലർപ്പിക്കുന്നു സ്തോത്രം സ്തുതി ബഹുമാനമെല്ലാം അർപ്പിക്കുന്നു എന്നാദന സർവസൃഷ്ടി വാഴ്ത്തിടും സർവശക്തൻ എത്രയും ചെറുക്കിന് നല്ല நல்லா இல்லாட்டி அப்புறம் உதப்படுவேன் അടുത്തല്ല അടുപ്പിക്കാൻ പറയുന്ന കാര്യമുണ്ട് പ്രാർത്ഥിക്കുകയാണ് പ്രോഗ്രാമിൽ നമുക്ക് രാവിലെ ഞങ്ങൾ പ്രാർത്ഥിച്ച് യാത്ര തിരിച്ചു ക്ഷേമത്തോടെ ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുവാൻ സഹായിച്ചതോർത്ത് സ്തോത്രം. കർത്താവേ, ഈ വർഷത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ പിക്നിക്കിന് വേണ്ടിയുള്ള ഒരവസരം നീ ഞങ്ങൾക്ക് ഒരുക്കി തന്നല്ലോ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇവിടെ സമയം ചെലവഴിക്കുന്നത് ഞങ്ങളുടെ ആത്മീയ വർധനവിനും അത് അനുഗ്രഹത്തിനും തിരുനാമത്തിന്റെ മഹത്വത്തിനുമായി തീരുവാന്റെ കൊണ്ടം കർത്താവ് ഇടയാക്കണമേ. ഈ പിക്നിക്കിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ തുറമുഖത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു. ഞങ്ങൾ നിത്യതയിൽ നിന്റെ സന്നിധിയിൽ എത്തുവോളം ആ പരമാനന്ദമായ അനുഭവത്തിൽ നിന്റെ സന്നിധിയിൽ വരുവാൻ ഞങ്ങളെ നീ വിളിച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിലായി തീരുവാൻ അനുഗ്രഹത്തിന് കാരണമാക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ ജനതകളുടെ ജീവിതയാത്രയിൽ മേഘത്തിന് കീഴിൽ യാത്ര ചെയ്തതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തനായ കീഴിൽ ഞങ്ങൾ ഇന്ന് പകൽക്കാലം ആയിരിക്കട്ടെ. കർത്താവേ, അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപകൾ ഞങ്ങളെ നിറയ്ക്കും. കടന്നു വന്ന ഓരോ പിതാവേ കേൾക്കണമേ. ആമേൻ. നമ്മുടെ പിക്നിക്കിന്റെ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. നാട്ടിൽ എവിടെയാണ് സ്ഥലം എന്നുള്ളത് ഒന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അവിടെ മുതൽ ഇങ്ങോട്ട്. എൻ്റെ പേര് എം വി ജോർജ്, അടൂർ വീട്, ഖത്തർ ഓട്ടോമൊബൈൽ ആൻഡ് ടൂറിംഗ് ക്ലബിൽ ജോലി ചെയ്യുന്നു. എൻ്റെ പേര് കെ ടി ചാക്കോ, ഗൾഫ്. സണ്ണി, ആലുവ, ഗറീസയിൽ ജോലി ചെയ്യും. സജിക ഡാനിയൽ, കോഴഞ്ചേരി, മനായി. എൻ്റെ പേര് സാമുൽ, മനായി ജോലി ചെയ്യുന്നു, വീടാണ്. എന്റെ പേര് കെ തോമസ്, ഞാൻ കോട്ടയത്ത് മീനടത്ത് സുവിശേഷ വേല ചെയ്യുന്നു. സാമുൽ ജോൺ, റാണി ചേത്തക്കൽ, മെഡ് ഗൾഫിൽ ജോലി. എൻ്റെ പേര് കുഞ്ഞമ്മൻ ജോർജ്, ലോകം മോഡൽ ബിസിനസ് ചെയ്യുന്നു. എൻ്റെ പേര് കെ സി തോമസ്, സ്ഥലം ഇലക്ട്രോണിക്സ് ജോലി ചെയ്യുന്നു. എൻ്റെ പേര് സുജീഷ്, മദീന ഖലീഫ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു, ട്രിവാൻഡ്രം നഗരത്തിലാണ് സ്ഥലം. എൻ്റെ പേര് ജോണിക്കുട്ടി, നാഷണലിൽ വർക്ക് ചെയ്യുന്നു.
ട്രിവാൻഡ്രത്താണ് സ്ഥലം. ജോർജ് കെവിടക്കി റാസ്കേഴ്സ് ജോലി ചെയ്യുന്നു. അവിടെ പാലയ്ക്കടുത്ത് കഞ്ഞിമറ്റം. മോൻസി ഇരുവല്ലയിലാണ് എൻ്റെ വീട്. അവിടെ അന്വേഷണ കത്തോട്ടം കൂടി നിന്നത്. എൻ്റെ പേര് സജി. ഞാൻ ടാക്സ് സെക്രട്ടറി ജോലി ചെയ്യുന്നു. നാളെ കേരളം. എൻ്റെ പേര് സുനിൽ. രാഷ്ട്രീയ KP ജോർജ് ചങ്ങനാശ്ശേരി ചൂട്ടുകെട്ടി. എൻ്റെ പേര് മജി. കോഴഞ്ചേരിയിൽ സജി സ്ഥലം കുട്ര. യഫിൻ റോയി ഉണ്ടോ? ഞങ്ങളെല്ലാം ഒരു ഗ്രൂപ്പ്. വീട് അങ്ങോട്ട് പോകണം. അടുക്കാം മമ്മി അടുത്ത് പ്ലീസ് അത് നോക്കട്ടെ പ്ലീസ്. മോനെന്നെ ഓടാഞ്ഞേ കുട്ടാ, കുട്ടനെന്നെ ഓടാഞ്ഞേ. ഓടിയത് അവരുടെ ഇഷ്ടം. പോയി രണ്ട് പോയി ഞങ്ങള് പെരുവോട് വീർപ്പിക്കുന്ന എടുക്കാം.
എത്ര പേര് വേണമെങ്കിൽ നിൽക്കാം, എത്ര പേര് ഓ ഉണ്ട് പറ്റി വെക്കണോ തലയില്ലേ നമുക്ക് തലേ വെക്കണം എന്നിട്ട് ഊരണം തന്നെ ആ ഇന്നേ ഉള്ളു നാളെ മറ്റന്നാളും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് നാളെ ചെന്നേച്ച് പറഞ്ഞു എനിക്ക് ഓട്ടയുണ്ട് നാളെ മറ്റന്നാൾ ആളൊരു ചിക്കൻ അവസാനം പാൻറ്റയിലൊക്കെ അതിന്റെ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. പുള്ളി ആ ബലൂൺ കൊടുക്കുന്നതിനകത്ത് നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കൊടുക്കാനല്ലേ പറഞ്ഞത്? പുള്ളി 2 പ്രാവശ്യം സൈഡിൽ കൂടെ ഓടും. ആരാ ആളാരാ പുതുമുഖം ഞാൻ തന്നെ കാണാൻ അല്ല മറ്റേ പുള്ളി അവിടെ ഉള്ളാരും എന്താ പ്രസാദ് എന്താ പുള്ളിയുടെ പേര്? ഞാൻ ഡിഗ്രിക്കില്ല എവിടെ വന്നു താൻ വരുന്നോ താൻ എവിടെയാന്ന് പറഞ്ഞു ഞാൻ വരാം. എവിടെയാ താൻ എവിടെയാ വരുന്നോ? വേറൊന്നുമില്ല ഇതൊക്കെ തന്നെ അല്ല വേറൊന്നുമില്ല എല്ലാവരും ഉണ്ട്. പോരാ 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 എവിടെയാണത് അവിടെ എന്റെ സന്താനം പോകുന്നുണ്ടോ? എന്റെ സന്താനത്തിന് ഓട്ടമാ പിള്ളേരുടെ കൂടെ. വിളിച്ചാൽ ഈ പ്രദേശത്തെങ്ങും ഇല്ലല്ലോ. ഒക്കെ അങ്ങ് കറങ്ങി നടന്നോളുക. ജമിയുടെ കൂടെ പോവാ. പോയിട്ട് വരട്ടെ. ഇവിടെ നമ്മള് കൂടുതൽ
വാ നിരങ്ങി വാ. റോഷനെ പഴക്കാടിയ പിന്നെ വേറെ കാര്യം, ഏതെങ്കിലും കാരണവശാൽ വിസിലടിക്കുമ്പോൾ പടന്നില്ല എവറി ടൈം ലാസ്റ്റ് ഇന്റർവ്യൂ പറയൂ, കണ്ടവനെല്ലാം പോയി പടത്തിനെ ലാസ്റ്റ് ആനയ്ക്ക് പിടിക്കാൻ പറ്റും, ആനയെ വിളിച്ചാണെങ്കിൽ എന്താ പരിപാടിയാ? ഞങ്ങൾ ലൈറ്റ് നന്നായി അല്ലെങ്കിൽ സ്വല്പം എന്താ വെള്ളം കൊണ്ടുവന്നാണ്
അഭിപ്രായം ഒന്നും പറയണ്ട. കുഴപ്പമില്ല, മോനെ എഴുന്നേറ്റ് ഒരുപാട് അല്ലടി കൊടയല്ല ഇത് പറക്കാൻ ഈ കിടക്കുന്ന എല്ലാം നുള്ളി പറക്കാൻ മനസ്സിലായി എന്താ പറക്കി തിന്നെ. ഓക്കെ മതി 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 എല്ലാരും മേടിച്ച് കൊടുത്തേ. അങ്കിൾമാരെ കൊടുത്തേ, കപ്പലിൽ അങ്കിൾമാരെ കൊടുത്തേ. മതി മതി സമാധാനത്തോടെ സന്തോഷത്തോടെ കടന്നു മുന്നേറുവാനും ഞങ്ങളെ മാനസികമായി സന്തോഷിപ്പാനും കർത്താവ് ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. കർത്താവ് ചെയ്ത സകല നന്മകൾക്കായി ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്നു. തുടർന്നുള്ള എല്ലാ അസ്തിത്വത്തെയും കർത്താവ് മാനിക്കുമാറാകണം. ഏകാഗ്രതയോടെ ആയിരിക്കാൻ സഹായിക്കണമേ. എല്ലാം കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ടായി ചെയ്യുവാൻ സഹായിക്കണം. നിങ്ങളുടെ ആത്മീയ വർദ്ധനവും നിങ്ങളുടെ മാനസികമായ വർദ്ധത്തിനും ഇന്നത്തെ പ്രവർത്തനമാക്കി തീർക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. കടന്നുന്ന എല്ലാ നിന്റെ ഞങ്ങൾ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം ഞങ്ങൾ കർത്താവിന് കഴിയിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽക്കാലം പിന്നീടിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരുമിച്ച് ഇവിടെ കടന്നു വരുവാൻ്റെ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പകൽക്കാലം നടന്നായ ഉച്ചയ്ക്ക് നടന്നായ എല്ലാ പ്രോഗ്രാമുകളിലും ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെയും നമുക്ക് അനുഗ്രഹമായി തീർന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് നടക്കുന്ന പ്രോഗ്രാമുകളെ കുറിച്ച് ഇപ്പോൾ അറിയിക്കുകയാണ്. അതിനനുസരിച്ച് മുമ്പോട്ട് കടന്നു വരികയും അവർ ആ പ്രോഗ്രാം ഭംഗിയായി നിവർത്തിക്കുകയും ചെയ്യുമല്ലോ. ധാരാളം പ്രോഗ്രാം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്രകാരം ഈ പിക്നിക്കിൽ എനിക്കും സംബന്ധിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരു അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. തുടർന്ന് നടക്കേണ്ടത് ഒരു ഗ്രൂപ്പ് സോങ് ആണ്. അത് സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് ആണ്. അവർ മുമ്പോട്ട് കടന്നു വന്ന് ഇപ്പോൾ ആ ഗ്രൂപ്പ് സോങ് ആലപിക്കുന്നതായി. Are you washed in the blood of the Lamb? Are you fully trusting in His praises? Are you washed in the blood of the Lamb? Are you washed in the blood, in the soul-cleansing blood of the Lamb? Are your garments spotless? Are they white as snow? Are you washed in the blood of the Lamb? Are you walking daily by the Savior's side? Are you washed in the blood of the Lamb? Do you rest each moment in the crucified? Are you washed in the blood of the Lamb? Are you washed in the blood, in the soul-cleansing blood of the Lamb? Are your garments spotless? Are they white as snow? Are you washed in the blood of the Lamb? When the bridegroom cometh, will your robes be white? Are you washed in the blood
blood of the Lamb? Are you washed in the blood, in the soul cleansing blood of the Lamb? Are your garments spotless, are they white as snow? Are you washed in the blood of the Lamb? Lay aside the garments that are stained with sin, and be washed in the blood of the Lamb. There's a fountain flowing for the soul unclean. Oh, be washed in the blood of the Lamb. Are you washed in the blood, in the soul cleansing blood of the Lamb? Are your garments spotless, are they white as snow? Are you washed in the blood of the Lamb? നമുക്ക് ഒരിക്കലും ഓർക്കാൻ ആദ്യമായി യുവജന യത്നം എന്നറിയപ്പെടുന്ന യുവജനങ്ങളുടെ പത്രികാ സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഈ പിക്നിക്ക് യുവജനങ്ങൾ സ്ഥിരമായി ഞാൻ ദൈവത്തിനെ മഹത്വം കരയിട്ടുന്നു. എന്നാൽ എന്നെ അർപ്പിച്ചിരിക്കുന്നത് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഞാൻ ആർക്കാണ് സ്വാഗതം ആശംസിക്കേണ്ടത് തന്നെ എല്ലാവരുടെയും പേരൊന്നും തന്നെ എനിക്ക് ഓർമ്മയില്ല. പുതുതായി കടന്നു വന്ന പ്രിയപ്പെട്ട സഹോദരന്മാരുണ്ട്. അവർക്കൊക്കെയും ഈ പിക്നിക്കിൽ സ്വാഗതം അറിയേണ്ടത് ആവശ്യമാണ്. ഈ പ്രത്യേക അവസരത്തിൽ ഇതിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ കഴിഞ്ഞ 6 മാസക്കാലം നമ്മോടൊപ്പമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഒരു പിക്നിക്ക് ഇതുവരെ ആദ്യമായിട്ടാണ് ഇവിടെ വന്നതിന് ശേഷം പറ്റിയത്. അദ്ദേഹത്തിന് ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷം വഹിക്കാൻ ഇടയാക്കി അദ്ദേഹത്തിന് വൈപ്പിയുടെ നാമത്തിലുള്ള സ്വാഗതം ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുന്നു. കൂടാതെ വൈപ്പിയുടെ അംഗങ്ങളായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അവരെ ഞാൻ വൈപ്പിയുടെ ഒരു അഭ്യുതകാംക്ഷ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞു പോയതുകൊണ്ട് അതുകൊണ്ട് എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കേണ്ടത് കൊണ്ടും ഞാൻ അതിനെ പിരിയുകയാണ്. പ്രത്യേക ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ സോണി സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ജോർജ് കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മളോടൊപ്പം ഇന്ന് പകൽക്കാലം ആയിരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട്. നമ്മളോടൊപ്പം ആയിരിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമക്കളൊക്കെയും അദ്ദേഹത്തെ ഓർത്തും പ്രാർത്ഥിക്കുന്നുണ്ട്. ആ കുടുംബത്തിന് ദൈവം ധാരാളമായ അനുഗ്രഹങ്ങൾ ചെയ്യുവാൻ ഞാനും പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ വൈപ്പിയുടെ നാമത്തിലുള്ള സ്വാഗതം അദ്ദേഹത്തിന് ആശംസിക്കുന്നു. പിന്നീട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സജീവിൻ്റെ കൂടെ 4 സഹോദരന്മാരിവിടെ കടന്നു വന്നിട്ട് അവർ മുൻനിരൽക്കാരുണ്ട്. അവർ രാവിലെ കടന്നു വന്ന് നമ്മളോടൊപ്പം അന്യോന്യം പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ പേരുകളും പ്രത്യേകം പറയാം. ഒരു സോളോ അതിന് കെസിയായ എടുത്തു. എല്ലാ സ്നേഹത്തിലും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടുന്നിതാ ഞാൻ. എല്ലാ സ്നേഹത്തിലും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടുന്നിതാ ഞാൻ. എന്റെ സൃഷ്ടാവാം രക്ഷനാഥനെ ഞാൻ മുഴുവാത്മാവും ഹൃദയവുമായി മുഴുമനമോടെയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മഹിയിൽ. എന്റെ സൃഷ്ടാവാം രക്ഷനാഥനെ ഞാൻ മുഴുവാത്മാവും ഹൃദയവുമായി ത്തിലും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടുന്നിതാ ഞാൻ. വല്ല പാപത്താലേ നിന്നെ ദ്രോഹിച്ചിടാൻ വല്ലഭാനുവദിക്കരുതേ. നിന്നോടെളിയൊരുത്തം ചെയ്യുന്നതിനു മുൻപേ നഷ്ടമാക്കിടമഖിലവും ഞാൻ. വല്ല പാപത്താലേ നിന്നെ ദ്രോഹിച്ചിടാൻ വല്ലഭാനുവദിക്ക
ആരാധനയുടെയും രക്ഷകനുമായ യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഈ ബഹുമൂല്യ നിമിഷത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെയും നാം തിരുസന്നിധിയുടെ മധ്യത്തിലായിരുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിച്ചു. നാം ആഗ്രഹിച്ചതിനേക്കാൾ അധികം ഹല്ലേലൂയ ദൈവം നമ്മെ സഹായിക്കാമെന്ന് പറഞ്ഞവർ, നമ്മെ വിധിക്കാമെന്ന് പറഞ്ഞവർ നമ്മുടെ മധ്യത്തിൽ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ അവൻ നമ്മുടെ മധ്യത്തിൽ ആഗതനായിട്ടുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ഒരു വിശേഷത എന്തെന്ന് ചോദിച്ചാൽ, കോടാനുകോടികളെ കണ്ടും ലക്ഷോപലക്ഷ ജനങ്ങളെ കണ്ടും സന്തോഷിക്കുന്നതല്ല നമ്മുടെ കർത്താവ്. മറിച്ച് ഹൃദയവിചാരത്തോടെ, ഹൃദയാർപ്പണത്തോടെ, ഹൃദയനുറുക്കത്തോടെ അവൻ്റെ തിരുസന്നിധിയിൽ മുഴങ്ങാൻ മടക്കുന്ന ഏതു വ്യക്തികളെയും വിടുവിപ്പാൻ അവൻ നമ്മുടെ മധ്യത്തിൽ കടന്നു വരുന്ന ദൈവമാണ്. അതുകൊണ്ട് കർത്താവ് പ്രകാരം പറഞ്ഞു, 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ എഴുന്നള്ളാണ്. സത്യമായും നമ്മെ വിടുവിപ്പാൻ, നമ്മെ സഹായിപ്പാൻ നമ്മുടെ ദൈവം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതിനായി നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം. ഹല്ലേലൂയ. വിശിഷ്യ എൻ്റെ ജീവിതത്തിലും ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെയും നിങ്ങളുടെ മുൻപിലായിരിക്കാൻ എനിക്കും വിധമാണ് കർത്താവുമായിട്ട് ആത്മീയ ബന്ധം, കർത്താവുമായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ടെങ്കിലും ക്രിസ്തീയ ജീവിതത്തിൽ വിവിധമാകുന്ന അടുപ്പ സമ്പത്തിൻ്റെ വ്യക്തിഗത ജീവിതത്തിൽ വളരെ കുറവായിരുന്നു. എന്നാൽ ഈ പ്രദേശത്ത് കടന്നു വരികയും അനുഗ്രഹീതരായ ദൈവമക്കളുടെ മധ്യത്തിൽ പ്രകാരമായിരിക്കാനും ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമായി തീർന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാവികാര്യം ജീവിതത്തിലും ഇതൊക്കെ എനിക്കൊരു വലിയ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിച്ചു. വിശിഷ്യ ഹല്ലേലൂയ പ്രവർത്തനത്തിൽ എനിക്കും ഇവിടുത്തെ നാഥനെ സാക്ഷീകരിപ്പാൻ ലഭിച്ച ഈ വലിയ ഭാഗ്യ നിമിഷത്തെ ഓർത്ത് ഒരിക്കൽ കൂടി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ ഇഹലോക ജീവിതത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും ഹല്ലേലൂയ ബഹുമാന്യ പദവിയാണ് യേശുവിൻ്റെ സാക്ഷിയാകുക എന്നുള്ളത്. ഹല്ലേലൂയ ഈ ലോകത്തിൽ നാം ഏത് പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഏത് മേഖലകളിൽ നാം മാന്യ പദവി അലങ്കരിക്കുന്നു എങ്കിലും അതൊക്കെയും നമ്മളിൽ നിന്ന് മാറ്റപ്പെടും, അതൊക്കെയും നമ്മളിൽ നിന്ന് എടുക്കപ്പെടും. കാരണം നമ്മളെക്കാൾ ശ്രേഷ്ഠരായ ഒരു വ്യക്തി നമ്മുടെ സ്ഥാനത്ത് കടന്നു വരുമ്പോൾ അതൊക്കെയും നമ്മളിൽ നിന്നും അവർ അവതരിച്ചെടുക്കും. എന്നാൽ നാം യേശുവിൻ്റെ സാക്ഷിയാകുന്നുവെങ്കിൽ അത് നമ്മളിൽ നിന്ന് എടുക്കാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. കാരണം ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഒരു ലക്ഷ്യവുമില്ലാതെ ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു വ്യക്തിയായിരുന്നു. സാമ്പത്തികമായി കടഭാരത്താൽ, രോഗത്താൽ, വിവിധമാകുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഒരു ലക്ഷ്യമില്ലാതെ നടന്നിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഹല്ലേലൂയ എന്നെ സ്നേഹിക്കുന്ന ജാതീയനെയും വിജാതീയനെയും വിശ്വാസിയെയും അവിശ്വാസിയും സ്നേഹിക്കുന്ന ഹല്ലേലൂയ ഈ സത്യദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവൻ്റെ കരം എനിക്ക് വേണ്ടി നീട്ടി തന്നു. ഹല്ലേലൂയ ഞാൻ അഭിമുഖീകരിച്ചിരുന്ന എല്ലാ വിഷയങ്ങളുടെയും മധ്യത്തിൽ അവനേക്ക് വിടുതൽ എടുക്കുവാൻ ഇടയായി. ഹല്ലേലൂയ ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ അധികം, ഞാൻ അറിയുന്നതിനേക്കാൾ അധികം അവനെൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്യുവാൻ ഇടയായി. ഹല്ലേലൂയ ഇന്നേക്ക് എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ കുടുംബപരമായിട്ട് ഞങ്ങൾ ഹല്ലേലൂയ യാഥാസ്ഥികമായി കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് ഹല്ലേലൂയ നന്നേ സാമ്പത്തിക പരാധീനതയിൽ ജീവിച്ചിരുന്ന വ്യക്തിയായതുകൊണ്ട് ഹല്ലേലൂയ ഞങ്ങൾ വളരെ സ്കൂൾ ടൈമിലും പഠിക്കുന്ന സമയത്തൊക്കെയും വളരെ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഹല്ലേലൂയ ചെറുപ്പത്തിൽ തന്നെ അധ്വാനിപ്പാനും ഹല്ലേലൂയ അങ്ങനെയൊക്കെ കഴിയുന്ന എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നില്ല. ഒരു മിച്ച സമ്പാദ്യം പോലും എൻ്റെ ജീവിതത്തിൽ എടുക്കാൻ കഴിയാനുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് ഞങ്ങളുടെ പിതാവ് പ്രകാരം ആഗ്രഹിച്ചു, മകനെ എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് ഒന്ന് അയച്ചിട്ട് വീട്ടിലെ സാമ്പത്തിക പരിതസ്ഥിതികളെ ഒന്ന് ക്രമപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചു. അവൻ തന്നെ ബോംബെ പട്ടണത്തിൽ കടന്നു ചെന്നു. എല്ലാവിധ വർക്കുകളും ശരിയായി. എങ്കിൽ തന്നെ ഭാഗ്യമെന്ന് പറയട്ടെ, ഏതാണ്ട് 6 മാസത്തോളം ബോംബെ പട്ടണത്തിൽ ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടും എനിക്ക് ഗൾഫ് നാട് കാണുവാനായി കഴിഞ്ഞില്ല. ആ സമയത്ത് ഹല്ലേലൂയ യാദൃശ്യമായി ഞാനൊരു ദൈവദാസനെ പരിചയപ്പെടുവാനിടയായി. അദ്ദേഹം ഇപ്രകാരം എന്നോട് പറഞ്ഞു, രഘു, എന്നെയും നിന്നെയും സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ഒരു പക്ഷേ താങ്കൾക്ക് അതറിയത്തില്ലായിരിക്കാം. എന്നാൽ എനിക്ക് വേണ്ടി ചില ദിവസങ്ങളെ നിങ്ങൾ വേർതിരിക്കാമെങ്കിൽ എൻ്റെ ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ഞാൻ ശ്രമിക്കാമെന്ന്. പ്രിയപ്പെട്ട ദൈവദാസൻ എനിക്ക് വേണ്ടി 1 ആഴ്ചത്തോളം ഉപവാസ പ്രാർത്ഥനയിലായിരുന്നു. 1 ആഴ്ചത്തോളം എനിക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന എടുത്തു. ഹല്ലേലൂയ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്തു.
അല്ലെങ്കിൽ വിദേശത്തെ കടന്നു പോകുവാൻ, സൗദി അറേബ്യയുടെ മധ്യത്തിൽ കടന്നു പോകാനിടയായി. വീണ്ടും 3 മാസം ഞാൻ പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു ജോലി എന്നെക്കൊണ്ട് ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. നാട്ടിൽ എൻ്റെ ജീവിതത്തിൽ വലിയ കടപ്പാരങ്ങളായിരുന്ന ഹല്ലേലൂയ എൻ്റെ എല്ലാ കടങ്ങളും വീട്ടുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കിടയാക്കി തന്നു. ആ സമയങ്ങളിൽ ഹല്ലേലൂയ ആയിരക്കണക്കിന് രൂപ ചിലവഴിച്ച് താമരക്കുടി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആനകളെ എഴുന്നള്ളിച്ചുകൊണ്ട് വന്ന് എൻ്റെ കുടുംബക്ഷേത്രങ്ങളിൽ 2-3 ദിവസം വീടിനകത്ത് തീറ്റിപ്പോച്ച് കൊടുത്ത് ഹല്ലേലൂയ നേരത്തെ കാഴ്ചകൾ നടത്തി. ബോംബെയിലെ ജുഗ്ഗി മന്ദിർ തൊട്ട് ഹല്ലേലൂയ മണിമാളികയിലിരിക്കുന്ന ദൈവങ്ങളുടെ അടുത്ത് പോലും പോയി ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ സമസ്യയിൽ നിന്ന് നീ എന്നെ വിടുവിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ അവരൊക്കെ എന്നോട് ഇപ്രകാരം പറയുണ്ടായി, എടാ മൂഹ, നീ നോക്ക്, ഞാൻ എന്നെ നല്ല സിമെൻ്റ് ഇട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കുക, ഞങ്ങൾക്ക് പോലും ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, പിന്നെ നീ ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് എങ്ങനെ വിളിക്കാൻ കഴിയും. എന്നാൽ സത്യമായും ഞാൻ ദൈവമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി വിളിച്ചപ്പോൾ ഹല്ലേലൂയ ആത്മാർത്ഥമായി ഞാൻ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നും ദൈവമേ നീ എന്നെ വിടുവിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്നവൻ, ദൈവം എന്ന വാക്കിന് അനുയോജ്യനായവന് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ നാം ഇംഗ്ലീഷിൽ ഒരു പക്ഷേ എന്നെ രക്ഷിക്കണമേ എന്ന് വിളിച്ചു പറഞ്ഞാൽ ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്തവർ നമ്മെ നോക്കിയിട്ട് പോത്തേ ഉള്ളൂ. എന്നാൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു വ്യക്തി വന്ന് നമ്മളെ രക്ഷിക്കും എന്ന് പറയുന്നത് പോലെ ഞാൻ ആത്മാർത്ഥമായി ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ദൈവം എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്നവൻ, ജീവനുള്ള ദൈവം എൻ്റെ അടുക്കലേക്ക് വന്ന് അവൻ്റെ എല്ലാ സമസ്യയിൽ നിന്നും എന്നെ വിടുവിക്കാൻ ഇടയായി. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ ഭാരപ്പെട്ട ഓരോ വിഷയങ്ങൾക്കും ഹല്ലേലൂയ ഞാൻ പ്രയാസപ്പെട്ട ഓരോ വിഷയങ്ങളും ഹല്ലേലൂയ നിങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ സാക്ഷ്യമായി പറയുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സമാഹരിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ ഒരു വിടിവിക്കുന്ന ദൈവത്തെ ഈ ലോകത്തിൽ എനിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹല്ലേലൂയ സമ്പത്തായി തന്നെ ഞാൻ കരുതുന്നു. ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏതെങ്കിലും വിഷയങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ ഏതെങ്കിലും വിഷയങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ പ്രാരത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും മധ്യത്തിലായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, 2 തുള്ളി കണ്ണുനീര് നിങ്ങളെ തിരുസന്നിധിയുടെ മധ്യത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് അത് വിടുതൽ ലഭിക്കും. അല്ലെങ്കിൽ തിരുവചനത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, സമാധാനത്തിന് വേണ്ടി എനിക്ക് അത്യന്തം കൈപ്പായത് സംഭവിച്ചു. നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തിന് വേണ്ടി കൈപ്പായത് സംഭവിക്കുന്നുവെങ്കിൽ അതിന് പിന്നിൽ നമുക്കൊരു അനുഗ്രഹത്തിൻ്റെ പടി തുറന്നു വെച്ചിരിക്കുന്നു. അതിന് പിന്നിൽ നമുക്കൊരു അനുഗ്രഹത്തിൻ്റെ കലവറ ദൈവം തുറന്നു വെച്ചിരിക്കുന്നു എന്നുള്ളത് വാസ്തവമായി നാം അറിഞ്ഞുകൊള്ളുക. അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങളുടെ മധ്യത്തിൽ വിവിധമാകുന്ന രീതിയിൽ ഭാരത്തിലും പ്രയാസത്തിലും നിങ്ങളായിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ രോഗാവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഹല്ലേലൂയ ഒരു രക്തസ്രാവ സ്ത്രീയെ പോലെ കർത്താവിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിയും. അതല്ല മറ്റ് വിവിധമാകുന്ന സാമ്പത്തിക വിഷയങ്ങളുടെ മധ്യത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഇയ്യോബിനെ പോലെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ എന്നെ കൊന്നാലും ശരി ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. അതല്ല മറിച്ച് വിവിധമാകുന്ന വിഷയങ്ങളെ ഭാരങ്ങളാലും പ്രയാസങ്ങളാലും നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ സക്കായിയെ പോലെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. അവൻ നമ്മെ അനുഗ്രഹിക്കും, അവൻ നമ്മെ സഹായിക്കും. കഴിഞ്ഞ 4 വർഷമായി ഈ സത്യദൈവത്തെ രുചിച്ചറിയുവാൻ എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചു. എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെയും അവൻ എന്നെ നടത്തി, ഇന്നുവരെയും അവൻ എന്നെ സഹായിച്ചു. എൻ്റെ ബുദ്ധിയോ എൻ്റെ ശക്തിയോ എൻ്റെ ജ്ഞാനമോ ഒന്നും ഇന്നുവരെ ഈ ക്രിസ്തുവിനെ അറിഞ്ഞ കാലം തൊട്ട് എനിക്ക് എൻ്റെ വ്യക്തിഗത ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഈ ദൈവം എന്നെ ധാരാളമായി നിത്യസ്തുതിക്കും നാഥാനിന്നെ നിന്നഹാ സ്നേഹമതാ നിത്യസ്തുതിക്കും നാഥാനിന്നെ നിന്മഹാ സ്നേഹമതാ ജീവന്റെ ഉറവിടമേ കർത്തരിൻ മറവിടമേ നിത്യസ്തുതിക്കും നാഥാനിന്നെ നിന്മഹാ
മരവിടമേ നിത്യസ്തുതിക്കും നാഥാനിന്നെ നിൻ മഹാസ്നേഹമതാ നിത്യസ്തുതിക്കും നാഥാനിന്നെ നിൻ മഹാസ്നേഹമതാ ചൂടേറിയ മരുവിൽ ദാഹജലം തരുവാൻ ഹാഗാരിൻ പൈതലിനായി അരുവി തുറന്നു തന്നവനേ ജീവന്റെ ഉറവിടമേ അക്ഷരൻ മരവിടമേ നിത്യസ്തുതിക്കും നാഥാ നിന്നെ നിൻ മഹാസ്നേഹമതാ നിത്യസ്തുതിക്കും നാഥാ നിന്നെ നിൻ മഹാസ്നേഹമതാ. പ്ലെയറെയും ബ്രദർ തോമസൺ കുര്യനെ കർത്താവിൻ്റെ വിശുദ്ധമായ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ YP പിക്നിക്കുകളിൽ സാധാരണ നടത്തിയിട്ടില്ലാത്ത ഒരു പ്രോഗ്രാമാണ് അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് പറഞ്ഞാൽ അല്പം പരിചയക്കുറവുണ്ട്, അതുപോലെ നമുക്ക് അല്പം സൗകര്യങ്ങളുടെ കുറവുകളുണ്ട്. ഇതൊക്കെയും പ്രിയപ്പെട്ടവരെ ക്ഷമിക്കണമെന്ന് ആദ്യം ഞാൻ ഓർപ്പിക്കുകയാണ്. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനിവിടെ ചില ആക്ഷൻസ് കാണിക്കും, അതിനുശേഷം ഇതെന്താണെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ ഇതെന്താണെന്നുള്ളതിനെ പറ്റി നിങ്ങൾ വിവരിച്ച് പറയണം. എല്ലാവർക്കും ഇതിനകത്ത് പങ്കെടുക്കാം, ചെറിയവർക്കും വലിയവർക്കും എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം പറയാവുന്നതാണ്. സമയം അധികം ലഭിക്കത്തില്ല. എന്നാൽ ഞാൻ ആക്ഷൻ ചെയ്തതിന് ശേഷം ആൻസർ പറയാൻ ആവശ്യപ്പെടുമ്പോൾ മാത്രമേ ആൻസർ പറയാവൂ. മറ്റൊരു കാര്യം, ആൻസർ പറയുന്ന ആളുടെ ആൻസർ പൂർണ്ണമായും ശരിയാണെന്ന് എനിക്ക് തോന്നിയ ഞാനാണ് നടത്തുന്നത്. അവർക്ക് അവിടെ സമ്മാനം ഇവിടെ വെച്ചിട്ടുണ്ട്. ആ സമ്മാനം തരുന്നതായിരിക്കും. 4-5 പ്രോഗ്രാം മാത്രമേ കാണുകയുള്ളൂ. അത് പറഞ്ഞിട്ടില്ല. പറയാനിപ്പോ എന്താണ് പറഞ്ഞത്? ശേഷം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ സർപ്പം പരിചയിക്കാണ്ട് വന്നു. അതെ, എന്നെ നമസ്കരിച്ചാൽ അത് നിങ്ങൾക്ക് ഈ ഭൂമി മുഴുവൻ സ്വന്തമായിട്ട് തരാമെന്ന് ഈശോയോട് പറഞ്ഞ
അത് യോനായ മത്സരത്തിലേക്ക് ഞങ്ങളുടെ 2 പ്രോഗ്രാം ഉണ്ട്. അതും പറയണം. സമ്മാനം കയറോ? അയ്യോ ഗ്രൂപ്പ് സോങ് ആണ്. അതിന് ചിങ്ങവനം പ്രദേശത്തിന് എവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയ കടന്നോണ സഹോദരി സഹോദരന്മാർ, ഏവർക്കും ശ്രീകൃഷ്ണനായ കൃഷ്ണ നാമത്തിൽ എന്റെ സ്നേഹബന്ധത്തെ അറിയിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ യേശു ഗലീലവാസിയായിരുന്നപ്പോൾ പറയപ്പെടുന്നതായിട്ടുള്ള ഒരു സംഭവ കഥയെ ആസ്പദമാക്കേണ്ട ഒരു ഗാനമാണ് ഞങ്ങളിവിടെ പാടുവാൻ പോകുന്നത്. അതായത് ധനവാന്റെയും ലാസറിന്റെയും കഥ. ഇതിന്റെ ഭാഷയോ അല്ലെങ്കിൽ അത് ഗദ്യരൂപത്തിലാണ്, അത് ഞങ്ങളുടെ പദ്യരൂപത്തിലേക്ക് ആക്കിയതാണ്. അതിന്റെ ഭാഷയോ അതിന്റെ ഈണമോ ഒന്നും അന്വർത്ഥമായിട്ട് എടുക്കാതെ അതിൽ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള കഥാസാരം എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കണം എന്ന് വിനിതമായിട്ട് ഓർപ്പിച്ചുകൊണ്ട് പരിപാടിയിലേക്ക് കടക്കുന്നു. കോടികളോടെ മേടകൾ കെട്ടി പാർത്തതിമോദം കോടികളോടെ മേടകൾ കെട്ടി പാർത്തതിമോദം പട്ടുമുടുത്തതി നാട്യത്തോടെ നടക്കും നാട്ടിൽ പട്ടുമുടുത്തതി നാട്യത്തോടെ നടക്കും നാട്ടിൽ കെട്ടിയ പെണ്ണും കുട്ടികളവരും പട്ടൂരയിലോ ചുറ്റി നടക്കും കെട്ടിയവനും കുട്ടികളവരും പട്ടുനയിലോ ചുറ്റി നടക്കും ഒട്ടം പലതുണ്ടവരുടെ പേരിൽ നേട്ടമതല്ല അവരുടെ സ്വന്തം ഒട്ടം പലതുണ്ട് അവരുടെ പേരിൽ നേട്ടമതെല്ലാം അവരുടെ സ്വന്തം പട്ടാളം പോൽ കാത്തുകിടക്കും പട്ടികൾ ആറുണ്ട് അവരുടെ വീട്ടിൽ പട്ടാളം പോൽ കാത്തുകിടക്കും പട്ടികൾ ആറുണ്ട് അവരുടെ വീട്ടിൽ പരിവാദിക്കൽ പട്ടിണിയോടെ കഷ്ടതയേറ്റൊരു ലാസർ കിടന്നു പരിവാദിക്കൽ കഷ്ടതയോടെ കഷ്ടതയേറ്റൊരു ലാസർ കിടന്നു പൊട്ടിയ കവിളും ചൊട്ടിയ വയറും ഒട്ടല്ലവനുടെ ദേഹമതല്ല പൊട്ടിയ കവിളും ചൊട്ടിയ വയറും ഒട്ടല്ലവരുടെ ദേഹമതെല്ലാം ഒട്ടും കനിവു തോന്നുകയില്ല അഷ്ടിക്കൊരു വകയേകുകയില്ല ഒട്ടും കനിവു തോന്നുകയില്ല അഷ്ടിക്കൊരു വകയേകുകയില്ല അഷ്ടിക്കുള്ളൊരു വകയുണ്ടായാൽ തട്ടിയെടുക്കും നായ്ക്കൾ കൂട്ടം അഷ്ടിക്കുള്ളൊരു വകയുണ്ടായാൽ തട്ടിയെടുക്കും നായ്ക്കൾ കൂട്ടം ഒരു നാൾ ലാസർ മരിച്ചുയർത്തു അബ്രഹാം തൻ മടിയിലിരുന്നു
ഒരു കാലാസം മരിച്ചുയർത്തു. അബ്രഹാം തൻ മടിയിലിരുന്നു. ലാസർ സ്വർഗത്തിൽ ചെന്നതിന് ശേഷം കാണുന്ന കാഴ്ചകളെ പറ്റിയാണ് ഇനി ഭർത്താക്കൾ ഓടിക്കുന്നത്. സ്വർലോക തങ്കത്തെ രൂപകൾ കണ്ടു, ഉല്ലാസമല്ലാതെ ഇല്ലെന്നു കണ്ടു. സ്വർലോക തങ്കത്തെ രൂപകൾ കണ്ടു, ഉല്ലാസമല്ലാതെ ഇല്ലെന്നു കണ്ടു. 12 മുത്തുഗോപുരങ്ങൾ കണ്ടു, 12 ഗോത്രപിതാക്കളെ കണ്ടു. 12 ഗോപുരങ്ങൾ കണ്ടു, 12 ഗോത്രപിതാക്കളെ കണ്ടു. 24 മുപ്പന്മാരെ കണ്ടു, ഇരുകരം കുപ്പി നാമിക്കുന്ന കണ്ടു. 24 മുപ്പന്മാരെ കണ്ടു, ഇരുകരം കുപ്പി നാമിക്കുന്ന കണ്ടു. ശ്രാപരെ കണ്ടു, 600,000 ദൂതരെ കണ്ടു. 600 ശ്രാപരെ കണ്ടു, 600,000 ദൂതരെ കണ്ടു. വൈണികർ ഗാനങ്ങൾ വീട്ടുന്ന കണ്ടു, വൈണികർ മധ്യത്തിൽ ഈശനെ കണ്ടു. വൈണികർ ഗാനങ്ങൾ വീട്ടുന്ന കണ്ടു, വൈണികർ മധ്യത്തിൽ ഈശനെ കണ്ടു. പലനാളങ്ങനെ കഴിഞ്ഞു, പിന്നെ ബലവാൻ നലവാൻ മരിച്ചു ശീഘ്രം. പലനാളങ്ങനെ കഴിഞ്ഞു, പിന്നെ ബലവാൻ നലവാൻ മരിച്ചു ശീഘ്രം. അടുക്കമോടെ വാർത്തകൾ കേട്ടു, തടിച്ചുകൂടി ജനതതി വീട്ടിൽ. നടുക്കമോടെ വാർത്തകൾ കേട്ടു, തടിച്ചുകൂടി ജനതതി വീട്ടിൽ. പത്രക്കാരും തത്രേ വന്നു, പത്രക്കാരാ പരസ്യം ചെയ്തു. പത്രക്കാരും തത്രേ വന്നു, പത്രക്കാരാ പരസ്യം ചെയ്തു. നമ്മുടെ നാട്ടിൽ തൊരാ കണ്ണീർ വിലാപയാത്ര. തീരാനഷ്ടം നമ്മുടെ നാട്ടിൽ തൊരാ കണ്ണീർ വിലാപയാത്ര. കുടകളുമേന്തി പരിചൊടുവട്ടക്കാരും ചേർന്നു. കുരിശുമുത്ത കുടകളുമേന്തി പരിചൊടുവട്ടക്കാരും ചേർന്നു. കർമ്മം ചൊല്ലി നല്ലൊരു കല്ലറ തന്നിലടക്കി. പള്ളിയിൽ മെത്രാൻ കർമ്മം ചൊല്ലി നല്ലൊരു കല്ലറ തന്നിലടക്കി. അസുരന്മാർദനവാനെടുത്തു, അസുരപുരി പാതാളെ തള്ളി. അസുരന്മാർദനവാനെടുത്തു, അസുരപുരി പാതാളെ തള്ളി. വേദന കൊണ്ട് ഉളയും ധനവാൻ യാതനയോടെ നോക്കി മേലെ. വേദന കൊണ്ട് ഉളയും ധനവാൻ യാതനയോടെ നോക്കി മേലെ. ജ്വാലയിൽ പെട്ടു വലഞ്ഞു കെണിയിടുന്നു കേട്ടരുളേണം. ഞാൻ ഈ ജ്വാലയിൽ പെട്ടുവലഞ്ഞു കേട്ടിയിടുന്നു കേട്ടരുളേണം. അബ്രഹാം പിതാവേ എന്നോട് അല്പം കനിവുണ്ടാകണമിപ്പോൾ. തന്നുടെ വിരലിൽ മുക്കി ലേശം വെള്ളം എന്നുടെ നാവിൽ. ലാസർ തന്നുടെ വിരലിൽ മുക്കി ലേശം വെള്ളം എന്നുടെ നാവിൽ. തണുപ്പിച്ചിടുവാൻ വിടുമോ, കഷ്ടം ദാഹം പെരുന്നയ്യോ. തൊട്ടുതണുപ്പിച്ചിടാൻ വിടുമോ, കഷ്ടം ദാഹം പെരുന്നയ്യോ. കേട്ടുടനെ അബ്രഹാം താൻ മറുപടി പ്രകാരം ചൊല്ലി. ഇത് കേട്ടുടനെ അബ്രഹാം താൻ മറുപടി പ്രകാരം ചൊല്ലി. ഒരു വിടവുണ്ടായതും മൂലം മറുത്തു പോവതു സാധ്യമല്ല. വലിയൊരു വിടവുണ്ടായത് മൂലം മറുത്തു പോവത് സാധ്യമല്ല. തന്നെ എന്നുടെ വീട്ടിലയച്ചിടേണം. എന്നാലവനെ ഇന്നേ തന്നെ എന്നുടെ വീട്ടിലയച്ചിടേണം. എന്നുടെ 5 സഹോദരിലാരും ഇങ്ങിയാതെ വരാതിരിപ്പാൻ. എന്നുടെ 5 സഹോദരിലാരും ഇങ്ങിയാതെ വരാതിരിപ്പാൻ. മോശയുമുണ്ടു പ്രവാചകരുണ്ട്, നാശം വരില്ലവർ കേട്ടു പഠിച്ചാൽ. മോശയുണ്ട് പ്രവാചകരുണ്ട്, നാശം വരില്ലവർ കേട്ടു പഠിച്ചാൽ. നിന്നുടെ ആയുസ്സിൽ സുഖമായി വാണു ലാസറപ്പോൾ. അങ്ങനെ നിന്നുടെ ആയുസ്സിൽ നീ സുഖമായി വാണു ലാസറപ്പോൾ. ദുഃഖത്തോടെ വസിച്ചു ലോകേ ആർക്കും കനിവു തോന്നിയതില്ല. ദുഃഖത്തോടെ വസിച്ചു ലോകേ ആർക്കും കനിവു തോന്നിയതില്ല. കേട്ടുടനെ അബ്രഹാം മറുപടി പ്രകാരം ചൊല്ലി. മറുപടി പ്രകാരം ചൊല്ലി. ഇത് കേട്ടുടനെ ലജ്ജിതനായി ധനവാൻ തന്നുടെ ശിരസ്സു കുനിച്ചു. ഇത് കേട്ടുടനെ ലജ്ജിതനായി ധനവാൻ തന്നുടെ ശിരസ്സു കുനിച്ചു. ഒരു സ്റ്റോറിയാണ്. അത് യേശുവിന് നൽകാം ഇമ്പമെന്നും
ഇമ്പം യേശുനാമം ഇമ്പം ഇമ്പം കൈകൊട്ടി പാടിടാം താളമോടെ പാടിടാം ഭാരത മണ്ണിൽ യേശുവിനായി വഞ്ചിക്കും ആത്മാക്കൾ മതങ്ങൾ എന്ന പേരിൽ അകറ്റി മനുഷ്യരെ മണ്ണിൽ ഉന്നതം വെടിഞ്ഞ് നമ്മെ പാലിൽ നമ്മെ തേടി വന്ന യേശുവിനെ അറിയുന്നില്ലല്ലോ കണ്ണീരോട് തേടിടാം കാൽവരി സ്നേഹം കൂടിടാം കാലമില്ല തളർന്നു പോകേണ്ട കൊച്ചു കൊച്ചു നിഴലിൽ അത് യേശുവിന്റെ ബിംബം യേശു നാമം എന്ന ബിംബം കൈകൊട്ടി പാടിടാം താളമോടെ പാടിടാം ഭാരത മണ്ണിൽ യേശുവിനായി കൈകൊട്ടി പാടിടാം താളമോടെ പാടിടാം ഭാരത മണ്ണിൽ യേശുവിനായി. പ്രാർത്ഥനയുടെ താക്കോൽ ഉപയോഗിച്ച് നമുക്ക് അനേക അറിവുകൾ തുറക്കാം. പ്രാർത്ഥന രഹസ്യലേറി നമുക്ക് അല്പനേരം ഈ രഹസ്യം നമുക്ക് അല്പനേരം യാത്ര ചെയ്യാം. ശ്രദ്ധിക്കുന്ന സമയം യേശുവോട് ചേർന്നു പോയിടാം നമുക്ക് യേശുവോട് ചേർന്നു പോയിടാം യേശുവോട് ചേർന്നു പോയിടാം നമുക്ക് യേശുവോട് ചേർന്നു അന്ത്യകാലമായി ദൈവജനമേ
പ്രാർത്ഥിച്ചിടാം നമുക്കുള്ളുരുകി പ്രാർത്ഥിച്ചിടാം. അടുത്ത പ്രോഗ്രാം സോങ് കോമ്പറ്റീഷൻ KC തോമസ്. ഒരു നാരകമെന്നാവണ്ണം മാടവി തരക്കളിനിടയിൽ ഒരു നാരകമെന്നാവണ്ണം വിശുദ്ധൻ നടുവിൽ പാടുന്നേ അതിശ്രേഷ്ഠനമേശുവിനെ വിശുദ്ധൻ നടുവിൽ പാടുന്നേ അതിശ്രേഷ്ഠനമേശുവിനെ വാഴ്ത്തുവേ ജീവകാലമെല്ലാം ഈ മനുയാത്രി നന്ദിയോടെ ഞാൻ പാടിയിടുന്നേ നന്ദിയോടെ ഞാൻ പാടിയിടുന്നേ. പ്രാക്ടീസ് ചെയ്തോളാം മോനെ. ഒന്ന് പാടിയിട്ട് നിർത്തണേന്ന് പറ. ജീവിതത്തിൽ അതൊരു വലിയ അനുഗ്രഹമാണ്. അത് എന്റെ ആയുസ്സിന്റെ ദൈർഘ്യത, അതിന്റെ നീളം എത്ര എന്ന് ഞാനെന്ന് അറിയേണ്ടത് നീ എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണമേ എന്ന് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കും. അതിന്റെ മറ്റത്തിൽ തനിക്ക് ലഭിച്ചതായ ദൈവികമായ മറുപടി, ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കണം, എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കും. ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ലോകത്തിൽ എത്ര ഉന്നതനായാലും, എത്ര നിലവാരത്തിൽ ജീവിച്ച ഒരാളായാലും, എത്ര സാമ്പത്തികമായ നിലവാരം ഉണ്ടായിരുന്നാലും, ആരോഗ്യവാനായാലും, വിദ്യാസമ്പന്നനായിരുന്നാലും, ആരായിരുന്നാലും അവന്റെ ജീവിതം വെറും ക്ഷണമധുരമാണെന്നും അവന്റെ ആയുസ് വെറും ഒരു മനുഷ്യന്റെ കൈകളിൽ 5 വിരലുള്ളതിൽ 5 വിരൽ എണ്ണിത്തീർക്കുവാൻ കഴിയാത്ത നിലയിൽ അതൊരു അത്രമാത്രം 4 വിരൽ കൊണ്ട് അവസാനിപ്പിക്കത്തക്ക നിലയിലുള്ള ആയുഷ്കാലമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉള്ളത് എന്ന് ദാവീദിന് മനസ്സിലാക്കുവാൻ ഇടയായി. അത് മനസ്സിലാക്കുവാൻ ഇടയായത്, നിത്യത നിന്റെ മുമ്പാകെ നിന്റെ ആയുസ് ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. നിത്യനായ ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തനിക്കുണ്ടായപ്പോൾ, ഒരു നിത്യതയെ കുറിച്ചുള്ള ആ ചിന്ത തന്നെ ഭരിച്ചപ്പോൾ, നിത്യതയുടെ ദൈർഘ്യതയും ഈ ആയുസ്സിൽ എന്ന് വെച്ചാൽ ദൈവത്തിൽ ഇങ്ങനെ വായിക്കുമ്പോൾ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെക്കുന്നവരും നിത്യതയിൽ പ്രത്യാശ വെക്കുന്നവരുമായി 2 നിലയിൽ മനുഷ്യനെ വേർതിരിക്കുന്നു. ഇറ്റേണിറ്റി എന്ന് പറയുന്ന ഒന്നുണ്ട്. ഈ ആയുസ് എന്ന് പറയുന്ന ഏറിയാൽ 70 or 80 വർഷമുള്ള ജീവിത കാലഘട്ടം, അതിനെയാണ് 4 വിരൽ നീളമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ വെറും ക്ഷണഭംഗരമായ അനുഭവത്തിലാണ്. അങ്ങനെ നിത്യതയുടെ ദൈർഘ്യത നോക്കിയപ്പോൾ അനന്തത എന്ന് പറയുന്നതിന് അവസാനമില്ലാത്ത ഇറ്റേണിറ്റി, അതിന്റെ ദൈർഘ്യതയും ഇപ്പോൾ ഇവിടെയുള്ള ജീവിത കാലഘട്ടവും കൂടെ നോക്കിയപ്പോൾ ഞാൻ വെറും ക്ഷണികനാണ്, ക്ഷണത്തിൽ ജനിച്ച് മരിച്ച് മൺമറഞ്ഞു പോകുന്ന ഒരായുസിന്റെ ഉടമയാണ് എന്ന് ദാവീദിനെ മനസ്സിലാക്കുവാനിടയായി. വേദപുസ്തകം നമ്മൾ പഠിക്കാൻ ഈ ലോകത്തിൽ ദൈവത്തിന്റെ വചനത്തിന്റെ വീക്ഷണത്തിൽ ഒരു മനുഷ്യന്റെ ആയുസിനെ കുറിച്ച് പറയുന്നത് അത് ഇന്നലെ കഴിഞ്ഞു പോയ ഒരു യാമം പോലെ, ഒരു നിമിഷം പോലെയെന്നും അവന്റെ ജീവിതയാത്ര നെയ്ക്കോടത്തിൽ വേഗതയുള്ളതാണെന്നും അത് കാഞ്ഞു പോകുന്ന നിഴൽ പോലെ ഉള്ളതാണെന്നും ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ജീവിതത്തിലാണ് നാം ഈ ഭൂമിയിലായിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ ഒത്തിരി കാലം ജീവിച്ചിരിക്കുമെന്നുള്ള ചിന്താഗതിയോടുകൂടിയാണ് നമ്മൾ പലപ്പോഴും നീങ്ങിപ്പോകാറുള്ളത്. എന്നാൽ നമ്മളെ ഈ ചിന്ത ഭരിക്കുന്നത് നമുക്ക് വലിയ അനുഗ്രഹമാണ്. ദാവീദിന്റെ ജീവിതത്തിൽ
നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തനിക്കുണ്ടായിട്ട് ഏറ്റവും ഒടുവിൽ താൻ പറയുകയാണ്, ഞാൻ ഏതിനായി കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു, ഏതിനായിട്ട് ഈ ക്ഷണകരമായ ഈ ആയുസ്സിനായിട്ടാണോ അതോ നിത്യതയ്ക്ക് വേണ്ടിയാണോ ഞാൻ കാത്തിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത തന്നെ വിളിക്കുവാനിടയായി. എന്നിട്ട് ദാവീദ് പറയുകയാണ്, കർത്താവേ, എന്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു, ആരോഗ്യമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എല്ലാ നന്മകളും ഒക്കെ തരുന്ന ഈ ഭൂമിയിൽ ഈ കാലത്തിൽ മാത്രം, ഈ ആയുഷിൽ മാത്രം പ്രത്യാശ വെച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ എന്ന് പറയുന്നത് ജീവിതത്തിൽ അവൻ വളരെ അപകടസ്ഥനായ പൗലോസിന്റെ വാക്കിൽ പറഞ്ഞാൽ ഈ ആയുഷിൽ മാത്രം പ്രത്യാശ വെച്ച് ജീവിക്കുന്ന മനുഷ്യൻ അരിഷ്ടനാണ് എന്നാണ്. അതുകൊണ്ട് നിത്യതയിൽ പ്രത്യാശയോടെ ജീവിക്കുന്ന ഒരു ദൈവത്തിന് വൈകല് അവരേറിയ ഭാഗ്യവാന്മാരാണ്. പറയുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവന്റെ ഉള്ളിൽ നിത്യതയിൽ വെച്ചിരിക്കുന്നു എന്ന് നാം വായിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവം നമുക്കൊരു നിത്യത വെച്ചിട്ടുണ്ട്. നിത്യതയെ തന്നെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. നിത്യത എന്ന് പറയുന്നത് തന്നെ ഒരു നാണയത്തിന് രണ്ട് വശമുള്ളതുപോലെ തന്നെ നിത്യതയ്ക്ക് രണ്ട് വശമുണ്ട്. അങ്ങനെയെങ്കിൽ നിത്യതയിൽ നിത്യ നരകമെന്നും നിത്യ ജീവനെന്നും അങ്ങനെ എന്നെ രണ്ടായി തിരിച്ചിരിക്കുമ്പോൾ നമ്മുടെ നിത്യത എവിടെ ചെലവഴിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ചിന്തവീയമായ വിഷയം. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയ ചെയ്താലമെന്നും പ്രയോജനമെന്നും നിന്റെ നിത്യത എവിടെ ചെലവഴിക്കുമെന്നും ചോദ്യം ഉദിക്കുവാനിടയായത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ പിക്നിക്കിൽ സംബന്ധിച്ച പ്രിയപ്പെട്ടവരോട് ദീർഘമായി ഞാൻ പ്രസംഗിക്കുകയല്ല. പ്രിയമുള്ളവരെ, നമുക്കൊരു നിത്യതയുണ്ട്. ഈ നിത്യതയിൽ പ്രത്യാശ വെച്ചുകൊണ്ട് കർത്താവിന്റെ വരവിലുള്ള പ്രത്യാശയോടുകൂടെ ഈ ഭൂമി നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ച ഒരു ദൈവത്തിന്റെ പൈതൽ അവന്റെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഈ ആയുസ്സിൽ അവൻ കർത്താവിനോടുകൂടെ തന്നെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് നിത്യമായ മരണത്തിൽ നിന്ന് വീണ്ടെടുപ്പ് പ്രാപിച്ചവരായി രക്ഷിക്കപ്പെട്ടവരായി ഈ ഭൂമിയിൽ ജീവിച്ച ഒരു ദൈവത്തിന്റെ പൈതലിനെ ചേർക്കുവാൻ നമ്മുടെ രക്ഷിതാവായ കർത്താവ് എത്രയും വേഗം വരും എന്ന് നാം പ്രത്യാശിക്കുന്നു. ആ പ്രത്യാശയോടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ. ഈ പിക്നിക്കെ സംബന്ധിച്ചാൽ നമുക്ക് ഇതൊരു ഉല്ലാസയാത്രയായി ഈ യാത്രയിൽ നമ്മൾ അവസാനിപ്പിക്കുന്നത് പോലെ ലോക ജീവിത യാത്ര അവസാനിച്ചൊരു നിത്യതയിൽ എത്തുവാൻ നമുക്ക് ഇടയായിത്തീരാം. അത് ഒരു ക്ഷണമായ ഒരു അധ്യായമായി മാറുവാൻ ഇടയാകണം. നിത്യത മുഴുവൻ സന്തോഷിക്കുന്ന, നിത്യാനന്ദം അനുഭവിക്കുന്ന, നിത്യനായ കർത്താവിനോടുകൂടെ നിത്യത മുഴുവൻ വാസം ചെയ്യുന്ന ഒരനുഭവം നമുക്ക് ഉണ്ടാകുവാൻ ഇടയായ ഈ ലോക ജീവിത യാത്രയിൽ നമുക്കുണ്ടായാൽ ഇടയായ നമ്മുടെ ജീവിതം അർത്ഥവത്തായി മാറുവാൻ ഇടയായിട്ടുണ്ട്. അല്ല എങ്കിൽ ഇവിടെ നമ്മൾ പലതും നേടി പലതും ചെയ്തു, ഇതെല്ലാം ഒരു ശൂന്യമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. ദൈവത്തിന് സ്വന്തം അത് നമുക്ക് സംഭവിക്കാൻ ഇടയാകാതെ നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതിനെ മുറുകെ പിടിക്കുവാൻ ഇടയാകട്ടെ. നമ്മൾ ക്ഷണഭംഗുരമായ ഒരു ആയുസ്സിന്റെ ഉടമയാണ്. ഏകാദശത്തിൽ ഏറ്റവും കൂടുതൽ ആയുഷ്കാലം ജീവിച്ചിരുന്ന മനുഷ്യനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം വായിക്കുന്നു. മെഥൂശലഹ് എന്ന് പറയുന്ന ആളാണ് 969 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. ദൈവത്തിന്റെ ഒരു ദിവസം അത് 1000 സംവത്സരം പോലെ എന്ന് വായിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ഒരു ദിവസം മുഴുവൻ പൂർത്തീകരിക്കുവാൻ ലോകത്തിൽ ജനിച്ചവരിൽ ഏറ്റവും ആയുഷ്കാലം ജീവിച്ച മെഥൂശലഹിന് പോലും ജീവിപ്പാൻ കഴിഞ്ഞില്ല. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ജനിച്ച സമയത്ത് തന്നെ മരിച്ചുപോയ ഒരു മനുഷ്യനെയുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്നു. അങ്ങനെയെങ്കിൽ ആ ഒരൊറ്റ ദിവസം മുഴുവൻ ജീവിക്കുവാൻ, ദൈവത്തിന്റെ ഒരു ദിവസം മുഴുവൻ ജീവിക്കുവാൻ ഈ മെഥൂശലഹിന് പോലും കഴിഞ്ഞില്ല. ഏതാണ്ട് 969 31 വർഷം കൂടെ താൻ ജീവിച്ചിരുന്നുവെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഒരു ദിവസം തനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുകയുള്ളായിരുന്നു. അങ്ങനെ ആ നിലയിലാണ് താൻ ഈ ലോകത്തിൽ ജീവിക്കുന്നതിന്റെ ആയുസ്സിന്റെ നാളുകൾ വെറും 4 വിരൽ നീളമേ ഉള്ളൂ എന്ന് ദാവീദിന് ഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നിത്യതയിൽ നാം എത്രയോ എത്രയോ കാലങ്ങൾ, വർഷങ്ങൾ, യുഗങ്ങൾ ദൈവത്തോടുകൂടെ ഇങ്ങനെ വസിക്കുന്നു. ഈ അനുഭവമാണ് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ അതുപോലെയുള്ള പരിപാടികളൊക്കെ നടത്തിയപ്പോൾ യേശുവിനെ പിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? അവന്റെ കൽപ്പന അനുസരിച്ചിട്ടുണ്ടോ?
പക്ഷേ മെതൂശലേഹിനെ പോലെ ദൈവത്തിന് ഒരു ദിവസം മുഴുവൻ ജീവിക്കാൻ കഴിയാതെ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ പോലെ നാം ആകുന്നുവെങ്കിൽ ദൈവത്തിന്റെ നിത്യതയുടെ മുമ്പിൽ ജനിച്ച ദിവസം തന്നെ മരിച്ചു പോകുന്ന ഒരു മനുഷ്യന് തുല്യരായിട്ടാണ് നാം ഈ ഭൂമിയിലായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിത്യത മുഴുവൻ വസിക്കുവാൻ ഇടയാകത്തക്ക നിലകളിൽ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുവിനെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ ആയുസ്സിൽ വെച്ച് നമുക്ക് അവനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ട് അവനോടും കൂടെ ജീവിച്ച് അവന്റെ വചനം അനുസരിച്ച് വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിക്കുന്ന തന്റെ ഭക്തന്മാരെ നിത്യതയിലേക്ക് ചേർക്കുവാൻ നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി എത്രയും വേഗം വരുമെന്ന് നാം വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ വരവ് എത്രയും വേഗം സംഭവിക്കും. ലോക സംഭവങ്ങളെല്ലാം നമ്മുടെ കർത്താവിനെ വിളിച്ചറിയിക്കുന്നു. നമ്മുടെ കർത്താവ് എത്രയും വേഗം മടങ്ങി വരും. അതുകൊണ്ട് ഈ ലോക ജീവിത യാത്ര അവസാനിപ്പിച്ച് നമുക്ക് നിത്യതയിൽ കർത്താവിനോടുകൂടെ ആയിത്തീരുവാൻ ഇടയാകേണ്ടതിന് നമുക്ക് ഇടയാകട്ടെ. ഈ പിക്നിക്കിൽ ഇങ്ങനെ ഒരു പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. എന്നാൽ ഈ ചിന്ത നമ്മുടെ ഹൃദയത്തെ ഹരിക്കട്ടെ. കർത്താവിനോടുകൂടെ ഒരു നിത്യകാലം നാം നിത്യാനന്ദം അനുഭവിച്ചുകൊണ്ട് ദുഃഖവും നെടുവീർപ്പുമില്ലാത്ത രോഗമില്ലാത്ത മരണമില്ലാത്ത ആ നിത്യത മുഴുവൻ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിനോടുകൂടെ മനുഷ്യപുത്രന്മാരോടുകൂടെ പ്രമാണിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തോടുകൂടെ സന്തോഷിപ്പാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ അനുഭവത്തിലേക്ക് ഇതുവരെയും കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളാത്തവരായിട്ട് ആരെങ്കിലും ഇന്ന് മുതൽ എന്നെ കേൾക്കുന്നെങ്കിൽ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. അവനെ വിശ്വസിക്കാത്തവനോ ജീവനെ കാണുകയില്ല എന്ന് ദൈവത്തിന്റെ വാക്യത്തിൽ വായിക്കുന്നു. അതുപോലെ ആ ജീവനിൽ നിന്ന് അകന്ന് യാത്ര ചെയ്യുവാൻ ആർക്കും ഇടയാകാതെ ക്രിസ്തുവിനോടുകൂടെ നിത്യജീവൻ പ്രാപിച്ച് അവനോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. അവസാനമായിട്ട് പ്രാർത്ഥനയാണ്. അതിനായി താങ്ക്സ് ഉണ്ട്. കടലിലേക്ക് കൊച്ചുപിള്ളേരെ പോലെ ആയില്ലേ, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലേ, കുട്ടികളെ പോലെ ആയില്ലേ, ഒരു രക്ഷയില്ല, ഇവിടെ കിടക്കാം. എനിക്ക് അതിനോട് ഭയങ്കര സെർച്ചിങ് ആണ്. പക്ഷേ എവിടെ കാണാം, അല്ലാണ്ട് എൻ്റെ കമ്പ്യൂട്ടർ ഇതേന്നോ. കേൾക്കുന്നുണ്ട്